പാലക്കാട് ഒറ്റപ്പാലം നഗരസഭയിൽ ബിജെപി പ്രവർത്തകർ ലോറികൾ തടഞ്ഞു. जय जय बीजेपी जय जय बीजेपी जय जय भारत माता जय जय भारत माता प्रतिषेधം ബിജെപിയുടെ പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം ജയ് ജയ് ബിജെപി ജയ് ജയ് ബിജെപി ജയ് ജയ് ഭാരത് മാതാ ജയ് ജയ് ഭാരത് മാതാ പ്രതിഷേധം പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം. നഗരസഭാ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്നും മണ്ണുമായി പുറത്തേക്ക് പോയ ലോറികളാണ് ബിജെപി പ്രവർത്തകർ തടഞ്ഞത്. മാലിന്യ സംസ്കരണശാലയിൽ കോടികളുടെ അഴിമതി നടത്തിയതായി ബിജെപി ആരോപിച്ചിരുന്നു. കൂടാതെ ബയോമൈനിംഗ് നടത്തേണ്ട സ്ഥലത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുഴിച്ചിട്ടതും ബിജെപി പ്രവർത്തകർ കണ്ടെത്തിയിരുന്നു. ഇതിനു പിന്നാലെ മാലിന്യ സംസ്കരണശാലയിൽ നിന്നും മണ്ണുമായി പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ച ലോറികളാണ് ബിജെപി പ്രവർത്തകർ തടഞ്ഞത്. ബയോമൈനിങ്ങിലെ അഴിമതി മൂടിവെക്കാനാണ് മാലിന്യ സംസ്കരണശാലയിൽ നിന്നും മണ്ണ് കടത്തുന്നതെന്ന് ബിജെപി ആരോപിച്ചു. കരാറുകാർ ശരിക്ക് പ്ലാസ്റ്റിക് മാലിന്യം മാറ്റി ജൈവമാലിന്യം മാത്രമാണ് ഇവിടെ സംസ്കരിക്കേണ്ടത്. പക്ഷെ അതിന് പകരം ആ കരാറുകാരുമായി ഭരണക്കാരുടെ ഒത്തുകളിയുടെ ഭാഗമായി അഴിമതിയുടെ ഭാഗമായിട്ട് പ്ലാസ്റ്റിക് മാലിന്യം മാറ്റാതെ ഇവിടെ ഡംപ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ മേലെ മണ്ണും മൂടി ആളുകൾ കാണാത്ത തരത്തിലാക്കിയിരിക്കുക. ഇപ്പോഴാണ് ഇവിടെ പുതിയ മന്ത്രി വരുന്നു എന്നുള്ള പരിപാടിയുടെ ഭാഗമായിട്ട് ഈ മണ്ണ് മാറ്റുമ്പോഴാണ് ജനങ്ങളിത് കാണുന്നത്. ഇത് ഏറ്റവും വലിയ ഒരു അഴിമതിയാണ് നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 2 ഘട്ടങ്ങൾ കഴിഞ്ഞത് 3ാമത്തെ ഘട്ടം ഇപ്പോൾ ആരംഭിക്കാൻ പോവുക. 2 ഘട്ടത്തിലും അവർ ചെയ്തിട്ടുള്ളത് അംഗീകാരമില്ലാത്ത MCK കുട്ടി അസോസിയേറ്റിനാണ് ഇത്തരത്തിലുള്ള വർക്ക് ചെയ്യാനുള്ള അംഗീകാരമില്ലാത്ത ഒരു അസോസിയേറ്റിനാണ് ആ വർക്ക് കൊടുത്തിട്ടുള്ളത്. അവർ ഇതിൽ വ്യാപകമായി അഴിമതി നടന്നിരിക്കുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമാവാതെയാണ് 3ാമത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൗൺസിലിൻ്റെ പോലും അംഗീകാരമില്ലാതെ പുതിയൊരു പദ്ധതിക്ക് 2,20,00,000 അംഗീകാരം കൊടുത്തിരിക്കുക. നേരത്തെ ഏകദേശം 6 കോടിയോളം രൂപയാണ് 2 പദ്ധതിക്കായിട്ട് കൊടുത്തു കഴിഞ്ഞുള്ളത്. ആ പൈസ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ 2,20,00,000 അംഗീകാരം കൊടുത്തിരിക്കുക. ഇവിടെ വ്യാപകമായുള്ള അഴിമതി നടന്നിരിക്കുന്നു. ഇവിടുത്തെ പരിസര പ്രദേശങ്ങൾ പോലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. UTV ന്യൂസ് പാലക്കാട്.